ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കൂത്താളി സമരം, വേലൂർ മാറുമറയ്ക്കൽ സമരം, മാഹി വിമോചന സമരം. ഇത്രയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. കൂത്താളി സമരത്തിലേക്ക് വരുമ്പോൾ ഇത് 1940 മുതൽ 50 വരെ കാലയളവിലാണ് നടക്കുന്നത്. ഈ ഒരു സമരം നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി എന്ത് ചെയ്യാണ്, മലബാർ കളക്ടർ പാട്ടത്തിന് എടുക്കുകയാണ്. അപ്പം അതിനെതിരെ കർഷകർ നടത്തിയിട്ടുള്ള സമരമാണ് കൂത്താളി സമരം. ഇത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട്, ചെങ്ങരോത്ത് എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്. മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നടക്കുന്ന സമരമാണ് കൂത്താളി സമരം. ഈ ഒരു സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് ചത്താലും ചെത്തും കൂത്താളി. പിന്നീട് നമ്മൾ ഈ ഒരു സമരത്തിൻ്റെ രക്തസാക്ഷിയെ പഠിക്കുന്നുണ്ട്. കെ ചോയിയാണ് കൂത്താളി സമരത്തിൻ്റെ രക്തസാക്ഷി. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വേലൂർ മാറുമറയ്ക്കൽ സമരമാണ്. ഇത് 1952 നടക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ തൃശ്ശൂരിലെ മണിമലർക്കാവ് അമ്പലത്തിലെ വേല ഉത്സവത്തിൽ എന്താണ്, അവർണരായ സ്ത്രീകൾ മാറുമറച്ചുകൊണ്ട് പങ്കെടുക്കാൻ ജന്മിമാർ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനെതിരെ നടന്നിട്ടുള്ള സമരമാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം. അത്രയാണ് നമ്മൾ ഈ ഒരു സമരത്തിൽ കവർ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ മാഹി വിമോചന സമരമാണ് നോക്കുന്നത്. 1948 ഈ ഒരു സമരം നടക്കുന്നത്. ഈ ഫ്രഞ്ചിനെതിരെയാണ് ഈ ഒരു സമരം കണ്ടക്ട് ചെയ്യുന്നത്. നേതാവ് എന്ന് പറയുന്നത് KM കുമാരൻ മാസ്റ്റർ ആണ്. ഈ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഈ ഒരു നേതാവായിട്ടുള്ള KM കുമാരൻ മാസ്റ്ററാണ്. 1948 ഒക്ടോബർ 22 എന്ത് ചെയ്യും, ഫ്രഞ്ച് പതാക അഴിച്ചു മാറ്റി ഇന്ത്യൻ പതാക ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഫ്രഞ്ച് പതാക മാറ്റി ഇന്ത്യൻ പതാക ഉയർത്തുന്ന ഡേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1948 ഒക്ടോബർ 22. ഇനി 1954 ജൂലൈ 16 മയ്യഴി ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിക്കപ്പെടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് എന്താണ് മയ്യഴിയിൽ നിന്നും പോകുന്നത് എന്നാണ് 1954 ജൂലൈ 16. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. അതും കൂടി നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ കവർ ചെയ്യുന്നുണ്ട്. 1919 ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഫോർമേഷൻ നടന്നതെന്ന് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് തുർക്കിയിലെ സുൽത്താൻ. അതിനെ ഖലീഫ എന്ന് പറയും. ആ ഒരു തുർക്കിയിലെ സുൽത്താനെ നമ്മൾ ഖലീഫ എന്നാണ് പറയുന്നത്. അപ്പം 1-ാം ലോക മഹായുദ്ധ ശേഷം എന്താണ്, ബ്രിട്ടീഷുകാർ ഈ ഖലീഫയെ അപമാനിച്ചതിനെ തുടർന്ന് എന്താണ്, അതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രൂപം കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിലെ നേതാക്കളെ നോക്കുകയാണെങ്കിൽ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ്. ഇനി ഒക്ടോബർ 17 എന്നുള്ള ഡേറ്റിലേക്ക് വരുമ്പോൾ അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കുന്ന ഡേ ആയിരുന്നു എന്ത്, ഒക്ടോബർ 17. ഇനി ഈ ഒരു അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജിയായിരുന്നു. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ ഒരു നിസ്സഹകരണ സമയം നടക്കുന്ന അതേ കാലയളവിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഏതെന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം. അടുത്തത് നമ്മൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേരളത്തിൽ പഠിക്കുന്ന കുറച്ച് പോയിന്റുകളാണ് കവർ ചെയ്യുന്നത്. അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1920 ഓഗസ്റ്റ് 18. ഈ ഗാന്ധിജിയുടെ കൂടെ ഷൗക്കത്ത് അലിയും ഉണ്ടായിരുന്നു. ഇനി കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബുമാണ്. ഇനി ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കലാപമാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള മലബാർ കലാപം. 1921 ഈ ഒരു മലബാർ കലാപം നടക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ അടുത്തൊരു പോയിന്റ് കൂടി പഠിക്കുന്നുണ്ട്. 1937 മലബാറിലെ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്ത ആളെന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു അബ്ദുൾ റഹ്മാനാണ്. അപ്പം അബ്ദുൾ റഹ്മാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഖിലാഫത്ത് കമ്മിറ്റിയുടെ, കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അപ്പം അദ്ദേഹത്തെ തന്നെയാണ് 1937 മലബാറിലെ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലെ സമരങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ ഇത്രയാണെന്ന് കവർ ചെയ്യുന്നത്.